ആ സ്വഭാവത്തെ പറ്റി പറയാം. മുഴുവനും മര്യാദകളാണ്. ആദാബുകളാണ്. മര്യാദ പാലിക്കും, സമാവേശം മര്യാദ പാലിക്കും. അല്ലാത്തവർ അമര്യാദ ചെയ്യൽ പ്രവർത്തിക്കും. അപ്പൊ നീ മുഴുവൻ മര്യാദ മനസ്സിൽ നിന്നാണ് വരുന്നത്. പറയാണ് ഈ ഔലിയാക്കന്മാരൊക്കെ ഉന്നത മഖാമിലേക്ക് പദവികളിലേക്ക് എത്തിച്ചേർന്നത് ഇബാദത്തിന്റെ ആധിക്യം കൊണ്ടല്ല, നോമ്പിന്റെ ആധിക്യം കൊണ്ടല്ല, മറ്റൊന്നും കൊണ്ടല്ല, കൊണ്ട് മാത്രമാണ്. സൽസ്വഭാവിയല്ലാത്ത ഒരാൾ എത്ര ഭാഗത്താൽ ഔലിയാക്കൂടില്ല. അപ്പൊ വിവാദത്തിന് മുന്നിൽ നടക്കേണ്ട എന്താണ്? സൽസ്വഭാവമാണ്. അതിന് മുന്നിലാണ് വിവാദം. അദ്ദേഹത്തെ വിവാദത്ത് മുന്നിലും സൽസ്വഭാവം പിന്നിലുമായ പറ്റൂല. ദുസ്വഭാവമാണെന്നുണ്ടെങ്കിൽ വിവാദത്തിന് യാതൊരു വിലയും ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ റിയാദം പോലെ അൽബത്തിലോ അതല്ലാതെയോ റിയാദ പാലിച്ചുകൊണ്ട് നാം ദിക്ർ ചെല്ലുമ്പോഴാണ് നമ്മുടെ മനസ്സിനാണ് സ്വാധീനിക്കുന്നത്. ഒരേ ദിക്ർ തന്നെ പല ആളുകൾ ചെല്ലുമ്പോൾ വ്യത്യസ്തമായ പ്രതിഫലങ്ങളാണ്. ചില ആളുകൾ ചെറിയ ദിക്ർ ചെല്ലുമ്പോൾ അത് മനസ്സാലത്തോട് ചെല്ലുകയാണെങ്കിൽ ഉടനെ അത് അവർ മനസ്സിൽ സ്വാധീനിക്കുന്നത്. ചില ആളുകൾ ലക്ഷക്കണക്കിന് ദിക്ർ കഴിഞ്ഞിട്ട് വരുമ്പോൾ യാതൊരു മാറ്റവും കാരണം ഇതാണ് മനസ്സിൽ ഉൾക്കൊള്ളാത്തതാണ്. നമ്മൾ നിസ്കരിക്കരുത്. നിസ്കരിച്ചാൽ അത് ശരിയാണ്, ശരീരത്തിൽ പതിയണ്ടേ, നിസ്കാരം മനസ്സിൽ പതിയണ്ടേ. അതിനെന്തുവാണ്? നിസ്കാരം തുടങ്ങിയ അപ്പോകൻ സലാമുണ്ടെന്ന് പറയാൻ അള്ളാഹുവിന്റെ അല്ലാതെ മറ്റൊന്നുണ്ടാവാണ്. അതാണ് നിസ്കരിക്കാൻ. നിസ്കാരത്തിന് നിർവചനം പറഞ്ഞാൽ അസ്സലാത്തു നിസ്കാരമാകുന്നത് അല്ലാത്ത എല്ലാത്തിനെയും മറക്കലാണെന്ന് നിസ്കാരത്തിന് കാര്യമാണ്. അള്ളയില്ലാത്ത എല്ലാത്തിനെയും മറക്കലാണ് നിസ്കാരം. അപ്പൊ നാം മനസ്സിലാക്കും. അപ്പൊ നമ്മുടെ ശരീരം നിസ്കാരത്തിന് പകരം നമ്മുടെ ശരീരം നിസ്കാരം എന്ന് പറഞ്ഞാൽ അന്നല്ലാത്ത എല്ലാത്തിനെയും ഓർക്കലാണ് നമ്മുടെ ശരീരം. നിസ്കാരത്തിലേക്ക് എത്തിയാൽ എല്ലാം പോകും. അതുവരെ പറഞ്ഞ കാലം ഇതാണ് അങ്ങനെയായിരുന്നു നിസ്കാരമാണ്. നാം എങ്ങനെ നിസ്കരിക്കുമ്പോഴാണ് മുഖീമുസ്സലയാകുന്ന നിസ്കാരം നിലനിർത്തുന്നവരാകുന്നത്. നമ്മുടെ ഈ ഇസ്ലാംകാർക്കുണ്ടല്ലേ സമയം വേറായിട്ട് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട വ്യാഖ്യാനം പറയുന്നു. എന്ന് പറഞ്ഞാൽ അവരല്ലാത്ത എല്ലാത്തിനെയും മറന്നുകൊണ്ടുള്ള നമസ്കാരമാണ്. ഒന്നുകൂടെ പറയാണ്. അതുകൊണ്ടാണ് നടത്തുന്ന ആളുകളാരും നരകത്തിൽ കടക്കുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. മറിച്ച് നിസ്കരിക്കുന്നവർ നരകത്തിൽ പോകുന്ന ഖുർആനുണ്ട്. നിസ്കരിക്കുന്നവർക്കാണ് സകലനാശം. നരകത്തിലുള്ള സംഘറിൽ കിടക്കുന്ന ജനങ്ങളോട് അമ്മ ചോദിക്കും, ആ സംഘം ഈ സംഘം നരകത്തിൽ പോകുന്ന കാരണം ഞങ്ങൾ മുസല്ലികളായിരുന്നില്ല. പക്ഷേ നരകത്തിൽ കിടക്കുന്ന ഖുർആനിലെ പദമെല്ലാം ഞാൻ പറയല്ല മഹാനായ ഒരു
എന്ത് വേണം? ബാലയാത്രന്റെ പഠനത്തിലുള്ള മനഃശാസ്ത്രം, അതുപോലെ തന്നെ മനഃശാസ്ത്ര ക്ലാസ് ക്ലാസ്സൊക്കെ പോയി ചില ശാസ്ത്രജ്ഞ ആയാലും പറഞ്ഞ് പുറപാട് ചെയ്തിട്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് നാം സൂക്ഷിക്കണം. ഒരു ക്ലാസ്സിൽ പോകേണ്ട നിസ്കാരം ശരിക്ക് ചെയ്യാൻ നിങ്ങൾ പരിശീലിച്ചാൽ നിങ്ങൾക്കൊരു മനഃശാസ്ത്ര ക്ലാസ് വേണ്ട, അതുപോലെ തന്നെ സെൽഫ് സജഷനും ഒന്നും ഓട്ടോ സജഷനും വേണം, ഒന്നും വേണം. അപ്പൊ അതിന് ആ നിസ്കാരത്തിൽ ശരിയായ ഏകാഗ്രത കിട്ടാൻ ബഹുമാനപ്പെട്ട അലിയുൽ ഖവാസ് റളിയല്ലാഹു തആല തങ്ങൾ ഒരു നിർദ്ദേശമുണ്ട്. ഇങ്ങനെ നമുക്ക് ഓരോന്നിനും വന്ന് ഓടി വന്നു അയ്യർസലായി അള്ളാഹ് ഒറ്റ കയ്യിലുണ്ട്, ശരിയാവില്ല. അത് കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് ബോധം വേണം. ഞാനിപ്പോൾ അതിന് മുമ്പായുള്ള പരിശുദ്ധ അത് കഴിഞ്ഞിട്ട് ഒന്നുകൊണ്ട ശേഷം اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. അച്ചടക്കപ്പെടുത്ത രോഗിക്ക് മരുന്ന് കൊടുക്കുന്നതോട് ഡോക്ടർ ഉടനെ തന്നെ ആദ്യം ക്ലിപ്പ് കൊടുക്കുന്നത് പോലെയാണ്. ആദ്യം ഈ മരുന്നൊന്നും പഠിക്കുന്നത് എന്നതുപോലെ ആദ്യം തന്നെ ഈ നിസ്കാരമാകുന്ന അപാരമായ സംഭവത്തിന്റെ, അപാരമായ പ്രകാശത്തിന്റെ, അപാരമായ നൂറ് അത് താങ്ങാനുള്ള കുടുംബത്തിന്റെ ശരീരത്തിന് കിട്ടണം. അതിനുള്ള ഒരു നിഷ്പാണ കൊടുക്കും. സുന്നത്തിന് ഭയങ്കരമാകാൻ നടത്തുന്നതാണ്. അത് കണ്ട് കഴിഞ്ഞിട്ട് ഉയർത്തിപ്പിടിച്ചു ഓടിച്ചെന്നാണ് കഴിയുന്നത്. അല്പനേരം ഒരു സെക്കൻഡിലേക്ക് അള്ളാഹു ഉത്തരം അള്ളാഹു അങ്ങനെ നിന്നിട്ട് ശിരസ് മുതൽ പാദം വരെ അള്ളാഹുവിന്റെ ചിന്തയിൽ ഒരു 2 3 4 സെക്കൻഡ് അതിലേക്ക് ഉപയോഗിക്കാൻ ഞാൻ പറയല്ല. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ഷഅറാബി പ്രധാനപ്പെട്ട ഗുരുവും ശൈഖുമായ അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ചിന്തയായിട്ട് ഒഴിയിട്ട് ഇന്നത്തെ ദിവസമില്ലാതെ കൈകെട്ടി. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഒരു 10% മേഖലയാണ് കിട്ടുമെങ്കിൽ അത് ഒറ്റ പ്രാവശ്യം 30%. ഞാൻ 30 ആണ് കയറി 40, 50, 60, 70 കിട്ടിയാൽ നമ്മൾ നിസ്കാരത്തിന്റെ 70% നമുക്ക് ഏകാഗ്രതയ്ക്ക് കഴിയുമെങ്കിൽ നമ്മൾ രക്ഷപ്പെടുത്തുന്നതാണ് അർത്ഥം. അപ്പൊ വളരെ വിശദമായി ക്ലാസ് എടുക്കേണ്ടയും പഠിക്കേണ്ടയും കാര്യങ്ങളായിട്ട് എന്തെങ്കിലും നമുക്ക് കിട്ടാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് പോട്ടെ. അതിന് വേണ്ടി പറഞ്ഞത് അതൊക്കെ ശ്രദ്ധിച്ചാൽ ഇതൊക്കെ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മാറ്റം നോക്കുക. നിസ്കരിച്ച് വരുമ്പോ അന്ന് തന്നെ നിങ്ങളുടെ സ്വഭാവമാണ് അടുത്ത ദിവസം സംസ്കരിച്ചാൽ ഒന്നുകൂടെ മെച്ചം, പിന്നീട് അതുപോലെ സംസ്കരിച്ചാൽ പിന്നീട് മെച്ചം. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ രംഗത്തും മാറ്റങ്ങൾ, ബിസിനസ് രംഗത്തിൽ മാറ്റങ്ങൾ, കുടുംബരംഗത്തിൽ മാറ്റങ്ങൾ, മക്കളെ മാറ്റങ്ങൾ. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം എല്ലാ ദുഷ്ചര്യകളിലും മനുഷ്യരെ തുടങ്ങുന്നു. ഇതാണ് പറഞ്ഞത്. അത് കിട്ടണമെങ്കിൽ
വെറുതെ എങ്ങനെയൊക്കെ